138. അതായത് വന്ന 4 എക്സിറ്റ് പോളുകളിലും പറയുന്നത് NDAയുടെ കേവല ഭൂരിപക്ഷം എന്നുള്ളതാണ്. CNN ന്യൂസ് 18ന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആദ്യഘട്ടത്തിലേത് പുറത്തു വന്നപ്പോൾ അതിലും NDA സഖ്യത്തിന് തന്നെയാണ് നേട്ടമുണ്ടായിരിക്കുന്നത്. അതിൽ പാർട്ടികൾ തിരിച്ചു പറയുമ്പോൾ കോൺഗ്രസിന് വലിയ നഷ്ടമാണ്. 5 മുതൽ 10 വരെ മാത്രമേ ഉള്ളൂ ആദ്യ 121 സീറ്റുകളിൽ എന്നുള്ളതാണ്. അവിടെയും BJPക്കും JDUവിനുമാണ് നേട്ടം. RJDക്ക് കഴിഞ്ഞ തവണ ആദ്യഘട്ടത്തിൽ കിട്ടിയ സീറ്റുകൾ കിട്ടില്ല എന്നുള്ളതാണ് ന്യൂസ് 18 എക്സിറ്റ് പോൾ മെഗാ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഇപ്പോൾ ചാണക്യയുടെ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് 130, 138, MGB 100, 108 4 ഇങ്ങനെയാണ്. നേരത്തെ JVCയുടെ സർവേ വന്നിരുന്നു. JVCയും അങ്ങനെ തന്നെ പറയുന്നു. പീപ്പിൾ പൾസിലും മാട്രിക്സിലും ഏതാണ്ട് സമാനമാണ്, വലിയ വ്യത്യാസമില്ല. എല്ലാത്തിലും 130 മുകളിലേക്ക് ലോവർ ഡിജിറ്റ് പോവുകയാണ്. അതായത് കുറഞ്ഞത് 130 സീറ്റെങ്കിലും ബീഹാറിൽ കിട്ടും NDAക്ക്. മഹാഗഡ്ബന്ധന് 100-ൽ കൂടുതൽ സീറ്റുകൾ പറയുന്നത് പീപ്പിൾ പൾസാണ്. പരമാവധി 101 സീറ്റുകൾ കിട്ടിയേക്കാം എന്നാണ് പീപ്പിൾ പൾസ് പറയുന്നത്. കഴിഞ്ഞ തവണ 110 സീറ്റുകൾ കിട്ടിയതാണ്. 103 സീറ്റുകൾ പറയുന്നത് JVCയുടെ സർവേ ആണ്. NDA 135 മുതൽ 150 എന്നാണ് JVCയുടെ ഈ സർവേ പറയുന്നത്. അതേസമയം JSPക്ക് ഒരു സീറ്റ് കിട്ടിയേക്കാം 0 മുതൽ 1 വരെ എന്നാണ്. മാട്രിക്സിൻ്റെയിലും JSPക്ക് ഒരു സീറ്റുമില്ല. MGBക്ക് 70 മുതൽ 90 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 122 എന്നുള്ള കേവല ഭൂരിപക്ഷത്തിന് വളരെ അകലെയാണ്. വളരെ അകലെ ഫിനിഷ് ചെയ്യാനേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ചാണക്യയുടെ സർവേ അനുസരിച്ച് 108 സീറ്റുകൾ വരെ കിട്ടിയേക്കാം. അത് കഴിഞ്ഞ തവണത്തെ സീറ്റിൻ്റെ ഏതാണ്ട് അടുത്തെത്താൻ കഴിയും എന്നാണ് പറയുന്നത്. NDAക്ക് 130 മുതൽ 138 എന്നാണ്. മനു, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പൊതുവെ കോൺഗ്രസിന് വലിയ തിരിച്ചടി. RJD കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം പിന്നോട്ട് പോയെങ്കിലും കോൺഗ്രസ് ഒരു തരത്തിലും ഉയർത്തെഴുന്നേക്കാൻ പറ്റാത്ത സ്ഥിതിയിലായതിനാൽ MGBക്ക് ഇത്രയും പിന്നോട്ട് പോകേണ്ടി വരുമെന്നല്ലേ? സ്വാഭാവികമായും ഇത് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളുടെ പ്രകടനം വീക്കാണ് എന്നതാണ് ഇതിൽ പ്രധാനമായി കാണുന്നത്. മറ്റൊരു കാര്യം, ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അവിടെ വലിയ തരംഗമുണ്ടാക്കുമെന്നൊരു പ്രതീക്ഷ മഹാഗഡ്ബന്ധനുണ്ടായിരുന്നു. ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത് ഈ തവണ സാധ്യമല്ല. ഒരുപക്ഷെ BJPയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ NDAയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഈ മുകേഷ് സാഹ്നിക്ക് വലിയൊരു മതിപ്പ് NDA സഖ്യം നൽകാതിരുന്നത് ഒരുപക്ഷെ ഈ കാരണങ്ങൾ കൊണ്ടാകാം. മറ്റൊരു ഫാക്ടർ കൂടെ ഇവിടെ വരുന്നത്, ഈ രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാന് ഒരു പുഷ്, ഈ മൊത്തത്തിലുള്ള ഒരു BJP അല്ലെങ്കിൽ NDA സഖ്യത്തിന് ഒരു പുഷ് നൽകാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ രാംവിലാസ് പാസ്വാൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രാധാന്യം BJP നോക്കിക്കണ്ടത്, ഗൗരവത്തിൽ അത് നോക്കിക്കണ്ടത് തെരഞ്ഞെടുപ്പിൽ ഗുണകരമായ ഒരു ചിത്രം അവർക്ക് നൽകുന്നു എന്ന കണക്കുകൂടി ഇതിൻ്റെ ഭാഗമായി നമുക്ക് വായിച്ചെടുക്കാം. മഞ്ജുഷ്, ഇതാണ് ഏറ്റവും ഒടുവിൽ ചാണക്യയുടെ ഫലത്തിലും ഇങ്ങനെ തന്നെ പറയുന്നു. ചാണക്യയുടെ ഫലത്തിലും NDA 130, 138, MGB 100, 108, JSP 0 എന്നുള്ള കണക്കാണ് വരുന്നത്. ശ്രീ MS വേണുഗോപാൽ, എങ്ങനെ കാണുന്നു താങ്കൾ? ഇതിൽ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫലം വെച്ചിട്ട് MGB മഹാഗഡ്ബന്ധൻ വളരെ പിന്നിലേക്ക് പോയിരിക്കുന്നു. ഭരണത്തിൻ്റെ വാതുക്കലെത്താനുള്ള സാധ്യത ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ പ്രധാന കാരണം പ്രശാന്ത് കിഷോറിൻ്റെ JSP പിടിച്ച വോട്ടുകളായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഈ സഖ്യത്തിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് പ്രശാന്ത് കിഷോറാണ്. പ്രശാന്ത് കിഷോർ ശരിക്കും ഒരു വോട്ട് കട്ടറായിരുന്നു. അത് ആരുടെ വോട്ട് കട്ടറാണ് എന്നുള്ളത് സംശയമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ അത് തേജസ്വിയുടെ പാർട്ടിയുടെ വോട്ട് കട്ടറായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ RJDയുടെ വോട്ട് കട്ടറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിസൾട്ട് കാണുമ്പോൾ നമ്മൾ ഊഹിക്കേണ്ടത്. കാരണം തേജസ്വിയും RJDയും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് യുവാക്കളെയാണ്, യുവാക്കളുടെ തൊഴിലവസരങ്ങളെയാണ്. അപ്പോൾ ആ വിഭാഗത്തിൽ നിന്നും വലിയ ഒരു വോട്ട് തീർച്ചയായിട്ടും RJD പ്രതീക്ഷിച്ചിരുന്നു. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാവണം. അതിൻ്റെ ഗുണം എന്നാൽ SJPക്ക് കിട്ടിയുമില്ല. അതുകൊണ്ട് ശരിയായ ഒരു വോട്ട് കട്ടറായിട്ട് അവിടെ പ്രശാന്ത് കിഷോർ വർക്ക് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കേണ്ടത്. അതായത് ജൻസുരാജ് പാർട്ടിക്ക് ഒരു സീറ്റും കിട്ടുവാനുള്ള സാധ്യത കാണുന്നില്ല. അതേസമയം വോട്ട് കട്ടറായിട്ട് വരുന്നു. അതിൻ്റെ ഗുണം BJP JDU സഖ്യത്തിന് കിട്ടുന്നു. എല്ലാ എക്സിറ്റ് പോളുകളും, ഇതുവരെ വന്ന 4 എക്സിറ്റ് പോളുകളിലും കൃത്യമായിട്ട് പറയുന്നത് NDA സഖ്യത്തിന് കേവല ഭൂരിപക്ഷം എന്നുള്ളതാണ്. കേവല ഭൂരിപക്ഷത്തിലും കവിഞ്ഞ് സീറ്റുകൾ പോവുകയാണ്. അതിലിപ്പോൾ പീപ്പിൾ പൾസിൻ്റെ മാത്രം 133, 159 എന്ന കണക്ക് വരുന്നു. MGB 101 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ള കണക്ക് വരുന്നു. JVCയുടെ സർവേയിലാകട്ടെ NDA 135, 150, MGB 88, 103.